കാട്ടാന ആക്രമണങ്ങളുടെ നടുക്കുന്ന വാർത്തകളാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്, അല്ലേ? എന്നാൽ വർഷങ്ങളായി ഒരു ശാപം പോലെ വന്യജീവി ആക്രമണവും ജീവഹാനിയും പതിവായ പ്രദേശമാണ് ഇടുക്കിയിലെ ചിന്നക്കനാൽ എന്ന് പറയുന്നത്. ശാന്തൻപാറയിലും അതുപോലെ തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ വർഷം ഇതേ സമയം അരിക്കൊമ്പൻ നാശം വിതച്ച മേഖലയാണ് ഇവിടം. അരിക്കൊമ്പനെ നാടുകടത്തിയെങ്കിലും ഇവിടുത്തെ കാട്ടാന ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. எங்கள் அப்பா தான் எனக்கு 3 பிள்ளைங்க இருக்குது. எங்கள் அப்பா தான் என்னை இப்போ 17 வருஷமாக பார்த்துக்கிட்டு இருந்தார். அப்புறம் இப்போ எங்கள் சொந்த காட்டில் வேலை செய்யணும்ட்டு போனதில் தான் ஆணை மிதிச்சிருச்சு. எங்கள் அப்பா தான் 3 பிள்ளைகளையும் பார்த்துக்கிட்டு இருக்காரு. எனக்கு எங்கள் அப்பா தான் எப்பவும் തുണയായി இருந்தார். ഇത് ലൂർദ് മേരി. ആഴ്ചകൾക്ക് മുൻപ് ഇടുക്കി ചിന്നക്കനാലിലെ BL റാമിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗന്ദരരാജയുടെ മകൾ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ തന്നെയും 2 മക്കളെയും പൊന്നുപോലെ കാത്ത അച്ഛൻ്റെ വിയോഗം ഈ മകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീടിനടുത്തെ കൃഷിയിടത്തിൽ ചെറുമകനുമൊത്ത് ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടാന സൗന്ദരരാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തി. മുത്തച്ഛൻ ആനക്കലിയിൽ ജീവനായി പിടയുന്ന രംഗം ഇന്നും പേടിയോടെയാണ് ആ ചെറുമകൻ ഓർത്തെടുക്കുന്നത്. வேலை பார்த்துட்டு வந்துக்கிட்டு இருந்தோம். யானையை கண்ணு முன்னாடி பார்த்துட்டோம், நானும் அவரும். பின்ன அவர் பார்த்த உடனே சில மாதிரி நின்றுட்டார், அவருக்கு ஓட முடியலை. அதான் நிற்கவும் அது யானை வந்து முட்டி தள்ளிடுச்சு. தள்ளி மரத்தை மேலே சாய்ச்சி போட்டுருச்சு. நான் திருப்பி தூக்க போனேன். அது திருப்பி யானை அங்கிட்டு போன யானை திருப்பி என்னை வந்து துரத்தி நான் திருப்பி அங்கே கீழே ഓടിയിട്ടேன். ചിന്നക്കനാലും പരിസര പ്രദേശങ്ങളും ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടാന ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ, അങ്ങനെ കേരളമാകെ പേരെടുത്ത അക്രമകാരികളായ ആനകളാൽ നിറഞ്ഞ ഇടമായി ചിന്നക്കനാൽ ഇന്ന് മാറിയിരിക്കുന്നു. എൻ്റെ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയേക്കാളും അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശല്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മേലെ ഇപ്പം ഇറങ്ങി നടക്കാൻ പാകില്ല. അത് മാത്രമല്ല, ആനയ്ക്ക് നിൽക്കാനുള്ള സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുക്കണം. അതൊക്കെ തനിച്ച് നിൽക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് ഞങ്ങൾക്ക് കറണ്ട് വേലിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കണം. പുറത്ത് ഇറങ്ങാൻ പോലും പേടിയാണ്. സത്യത്തിൽ പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പേടിയാണ്. നേടുക എന്ന് പറഞ്ഞാൽ ജീവനെ പേടിയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ കലിപൂണ്ട് വിരാജിക്കുന്ന ഇവിടമിന്ന് മനുഷ്യർക്ക് അതിജീവിക്കാൻ ദുസ്സഹമായ ഒരിടമായി മാറിയിരിക്കുന്നു. ഏക ഒരു തണലായിരുന്നു അദ്ദേഹം പോയതിനു ശേഷം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മുമ്പോട്ടുള്ള ജീവിതമൊക്കെ പാടായിരിക്കും. ഈ പറഞ്ഞ മാതിരി നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യം കിട്ടിയില്ല ഇതുവരെ. പേപ്പറുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 മാസമായിട്ട് നിരന്തരം ശല്യമാണ്. കൃഷി സ്ഥലങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുറകിലേക്ക് പോയി നോക്കിയാൽ അറിയാം, ഏലം മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ നേരത്തെ വെച്ചാൽ രാത്രി ആയിരുന്നു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. ഇപ്പം അങ്ങനെയല്ല, രാവിലെ പകല് അങ്ങനെയൊന്നും ഇല്ലാണ്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആൾക്കാർ. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടണം. അതിനൊപ്പം കാടതിരിൽ ജീവിക്കുന്ന മനുഷ്യജീവനുകളും ഒലിയാതെ കാക്കണം. ശാസ്ത്രീയമായ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയേ മതിയാകൂ. ചിന്നക്കനാലിൽ നിന്ന് നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.